സക്കരിയ സാറയുടെ ഉസ്താദ് അബ്ദുസ്സലാം സലമി പറയും, എനിക്ക് കണ്ണേറ് നന്നായിട്ട് അറിയാം, ഈ സുന്നികളൊക്കെ കണ്ണേറ് മൂലം കൊല്ലണം എന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പോലീസ് പിടിക്കൊന്ന് പേടിച്ചിട്ടാണ്. ഇവരൊക്കെ ഞങ്ങൾക്കെതിൽ പ്രസംഗിച്ച് നടക്കാണ്, പോലീസിന്റെ പേരിൽ ഞാൻ ഇവരെ കൊന്നിരുന്നു കണ്ണേറ് മൂലം. ഈ നിരക്കാണ് ഇവർ കണ്ണേറില്ല എന്ന് പറയുന്നത് നല്ലത്. പോലീസ് പേടി ഏതായാലും ഒരു പേടിയെങ്കിലും ഉണ്ട് ഇടയിൽ പോലീസിനെ. അപ്പൊ സക്കരിയ സാറാക്കി പറയാം, ശിക്ഷം പറയാം, അല്ലെങ്കിൽ ഉസ്താദിന്റെ കണ്ണ് ദുഷ്ടക്കണ്ണ് തന്നെയാണ്. കണ്ണേർ ഞങ്ങൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഭയങ്കര പൂതിയാണ്. പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ ഒന്ന് കാണിച്ചിട്ടാൽ എനിക്ക് കുറെ ആളുകളാണ് എനിക്ക് കണ്ണേർ വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പിന്തുണ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ശിർക്കും ഇതൊക്കെ പ്രസംഗിച്ചടിച്ചാലേ. പക്ഷെ പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. എങ്ങനെയുണ്ട്? കണ്ണേർ വലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാൾ ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളതെന്ന് സമ്മതിക്കാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്, പക്ഷെ ഇയാള് മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട്ട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് പിടിച്ചെന്ന് പേടിച്ചിട്ടാണ്. എന്ത് പൊട്ടത്തരാ പറഞ്ഞത്. കണ്ണേരെങ്ങനെ പോലീസ് തെളിയിക്കല്? വലിയ മുഹദ്ദിസാട്ടോ. പണ്ട് ഇയാള് നമുക്കെതിൽ മുജാഹിദ് ഒന്നായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഷാഫി മദ്ഹബ് അംഗീകരിക്കണം എന്നപ്പോ ഇവർ പറഞ്ഞു തന്ന്, എന്തിന് ഷാഫി, ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഹദീസ് പണ്ഡിതൻ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ് ഞങ്ങളുടെ ഗുരുനാഥനായ അബ്ദുസ്സലാം സലമി എന്ന് പരിചയപ്പെടുത്തിയ സലമി കുറിച്ച് ഇനി മുഹദ്ദിസാനട്ടോ. ആരാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറയട്ടെ. കണ്ണേർ തെളിയിക്കാൻ പോലീസിന്റെ ഒക്കെ പേരുപകരണങ്ങള് പോളിഗ്രാഫി മതിയാവൂല. എന്തൊക്കെ വിടുവായിത്തങ്ങളാണ് ഇയാൾ പറയുന്നത് നോക്കി. ഇയാളാണ് ഇപ്പൊ മുഹദ്ദിസ്, ഏഷ്യയിലെ മുഹദ്ദിസ്. ശരിയായ പിശാച് സേവക്കാരെ ഇയാളാ. സ്വന്തം ഉസ്താദേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ.